ക്ലാസിഫിക്കേഷൻ ഓഫ് സൈക്കോളജിക്കൽ ടെസ്റ്റ്. സൈക്കോളജിക്കൽ ടെസ്റ്റിനെ പല ടൈപ്സ് ആക്കിയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽപ്പെട്ടതാണ് സ്പീഡ് ടെസ്റ്റ് ആൻഡ് പവർ ടെസ്റ്റ്, ഇൻഡിവിജ്വൽ ആൻഡ് ഗ്രൂപ്പ് ടെസ്റ്റ്, വെർബൽ, നോൺ വെർബൽ ആൻഡ് പെർഫോമൻസ് ടെസ്റ്റ്, കൾച്ചർ സ്പെസിഫിക് ആൻഡ് കൾച്ചർ ഫ്രീ ടെസ്റ്റ്, ഒബ്ജക്റ്റീവ് ആൻഡ് സബ്ജക്റ്റീവ് ടെസ്റ്റ്. ഇവ ഓരോന്നും എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സ്പീഡ് ടെസ്റ്റ്. Speed test has severe time limits, but the items are comparatively easy. സ്പീഡ് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എപ്പോഴും നമ്മൾ ടൈം ലിമിറ്റാണ് നോക്കുന്നത്. അതിനൊരു ടൈം ലിമിറ്റ് ഉണ്ടായിരിക്കും. അതിലെ ഐറ്റംസൊക്കെ ഈസി ആയിരിക്കും, എങ്കിലും എന്താണ് ആ ഒരു ടൈം ലിമിറ്റിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള അങ്ങനത്തെ ടെസ്റ്റുകളെയാണ് നമ്മൾ സ്പീഡ് ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്പീഡ് ടെസ്റ്റ് ജനറലി റിവീൽ ഹൗ റാപ്പിഡ്ലി what speed the examiners can respond within a given time limit. അതായത് എത്രത്തോളം സ്പീഡിലാണ്, അതായത് ഹൗ റാപ്പിഡ്ലി എക്സാമിന് ആ ഒരു ടെസ്റ്റ് ചെയ്യുന്നത് എന്നാണ് നോക്കുന്നത്. ഇൻ ദിസ് ടെസ്റ്റ് വെരി ഫ്യൂ എക്സാമിനേഴ്സ് ആർ സപ്പോസ് ടു മേക്ക് എറേഴ്സ്. അതിൻ്റെ എക്സാമ്പിളാണ്, സ്പീഡ് ടെസ്റ്റിൻ്റെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ് മോസ്റ്റ് ക്ലറിക്കൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അടുത്തതാണ് പവർ ടെസ്റ്റ്. It has generous time limits so that most examiners are able to attempt every item. അതായത് സ്പീഡ് ടെസ്റ്റിൻ്റെ പോലെയല്ല പവർ ടെസ്റ്റ്. ഇവിടെ ടൈം ലിമിറ്റ് ഒന്നുമില്ല, അവിടെ ജനറസ് ടൈം ലിമിറ്റാണുള്ളത്. അതായത് എത്ര ടൈം വേണമെങ്കിലും എടുക്കാം. അതുകൊണ്ട് തന്നെ എക്സാമിനേക്ക് എല്ലാ ഐറ്റത്തിനെയും അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരു ടൈം അവിടെ ഉണ്ടാവും. Usually such tests have items which are generally arranged in increasing order of difficulties. അതായത് പവർ ടെസ്റ്റിലെ ഐറ്റംസൊക്കെ ഡിഫിക്കൽട്ടി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാകുന്നത്. പവർ ടെസ്റ്റ് ഡെമോൺസ്ട്രേറ്റ് ഹൗ മച്ച് നോളജ് ഓർ ഇൻഫർമേഷൻ ദ എക്സാമിനേഴ്സ് ഹാവ്. പവർ ടെസ്റ്റിൽ നോക്കുന്നത് എത്രത്തോളം ഇൻഫർമേഷൻ അല്ലെങ്കിൽ അറിവ് ആ ഒരു എക്സാമിനിക്കുണ്ട് എന്നുള്ളതാണ്. സ്പീഡ് ടെസ്റ്റിൽ അവിടെ സ്പീഡായിരുന്നു ചെക്ക് ചെയ്തിരുന്നത്, എന്നാൽ പവർ ടെസ്റ്റിൽ എത്ര നോളജ്, എത്ര അറിവ് ആ എക്സാമിനിക്കുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഇൻ്റലിജൻസ് ടെസ്റ്റ് ആൻഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ ടെസ്റ്റ്. ടെസ്റ്റ് ദാറ്റ് ആർ അഡ്മിനിസ്ട്രേഡ് ടു വൺ പേഴ്സൺ അറ്റ് എ ടൈം. ഒരു സമയം ഒരാൾക്ക് മാത്രം അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ടെസ്റ്റുകളെയാണ് നമ്മൾ ഇൻഡിവിജ്വൽ ടെസ്റ്റ് എന്ന് പറയുന്നത്. സം ഇൻഡിവിജ്വലി അഡ്മിനിസ്ട്രേഡ് ടെസ്റ്റ് ആർ ഗിവൺ ഓറലി ആൻഡ് ദേ റിക്വയർ ദ കോൺസ്റ്റൻറ്റ് അറ്റൻഷൻ ഓഫ് ദ എക്സാമിനർ. ഇൻഡിവിജ്വൽ അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ടെസ്റ്റുകളെ, അതായത് ഇൻഡിവിജ്വൽ ടെസ്റ്റുകൾ അധികം ഓറലി ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ അവിടെ എക്സാമിനറുടെ അറ്റൻഷൻ അത്യാവശ്യമാണ്. യൂസ്ഡ് ബൈ സ്കൂൾ കൗൺസിലേഴ്സ് ആൻഡ് സൈക്കോളജിസ്റ്റ് ടു മോട്ടിവേറ്റ് ചിൽഡ്രൻ ആൻഡ് ടു ഒബ്സർവ് ഹൗ ദേ റെസ്പോണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് കോഴ്സ് ബ്ലോക്ക് ഡിസൈൻ ടെസ്റ്റ്. ലിമിറ്റേഷൻസ്: ടൈം കൺസ്യൂമിങ്, റിക്വയർ ദ സർവീസസ് ഓഫ് ട്രെയിൻഡ് ആൻഡ് എക്സ്പീരിയൻസ്ഡ് എക്സാമിനേഴ്സ്. ലിമിറ്റേഷനിൽ ഒന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ടെസ്റ്റ് ടൈം കൺസ്യൂമിങ് ആണ്. അതുപോലെ തന്നെ എക്സാമിനർക്ക് ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കേണ്ടതുകൊണ്ട് തന്നെ അവിടുത്തെ എക്സാമിനർ ട്രെയിൻഡ് ആയിട്ടുള്ളതും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എക്സാമിനർ വേണം. അതുകൊണ്ട് ഈ ടെസ്റ്റുകൾ ക്രൂഷ്യൽ ഡിസിഷൻ ആവശ്യമുള്ളപ്പോൾ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. നെക്സ്റ്റ്, ഗ്രൂപ്പ് ടെസ്റ്റ്. ടെസ്റ്റ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് എമംഗ് മോർ ദാൻ വൺ പേഴ്സൺ ഓർ ഇൻ എ ഗ്രൂപ്പ് അറ്റ് എ ടൈം. ഒരു സമയം ഒന്നിൽ കൂടുതൽ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾക്ക് അഡ്മിനിസ്റ്റർ ചെയ്യുന്ന ടെസ്റ്റുകളാണ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഗ്രൂപ്പ് ടെസ്റ്റ് ആർ adequate for measuring cognitive skills to survey the achievement, strength and weakness of the students in the classroom, etc. ക്ലാസ് മുകളിലൊക്കെ സ്റ്റുഡൻസിൻ്റെ കോഗ്നേറ്റീവ് സ്കിൽസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഗ്രൂപ്പ് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. അതിൻ്റെ എക്സാമ്പിളാണ് ബെൽ അഡ്ജസ്റ്റ്മെൻറ്റ് ഇൻവെൻറ്ററി. പിന്നെ ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ ലിമിറ്റേഷൻസ് ആയിട്ട് പറയുന്നത് എക്സാമിനേഴ്സ് cannot establish a rapport with the examinee as in case of an individual test. ഇൻഡിവിജ്വൽ ടെസ്റ്റിൻ്റെ പോലെ ഗ്രൂപ്പ് ടെസ്റ്റിൽ പെട്ടെന്ന് തന്നെ എക്സാമിനുമായിട്ട് റാപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കഴിയില്ല എക്സാമിനർക്ക്. വെർബൽ ടെസ്റ്റ്. Verbal test is one whose items emphasize reading, writing and oral expression as the primary mode of communication.
വെർബൽ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലുണ്ടാവുന്നത്, അതായത് അത്തരം ടെസ്റ്റുകളിൽ റീഡിങ്, റൈറ്റിംഗ് ആൻഡ് ഓറൽ എക്സ്പ്രഷൻസ് ഒക്കെയാണ് ഉണ്ടാകുന്നത്. ആ ഒരു രീതിയിലായിരിക്കും ആ ടെസ്റ്റിൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത്. ഈ ഇൻസ്ട്രക്ഷൻസ് ആർ പ്രിൻറ്റഡ് ഓർ റിട്ടൺ. അതിലെ ഇൻസ്ട്രക്ഷൻസ് പ്രിൻറ്റഡോ അല്ലെങ്കിൽ റിട്ടണോ ആയിരിക്കും. ദീസ് ആർ റീഡ് ബൈ ദ എക്സാമിനേഴ്സ് ആൻഡ് അക്കോർഡിംഗ്ലി ഐറ്റംസ് ആർ ആൻസേർഡ്. അതനുസരിച്ചിട്ടാണ് എക്സാമിനേഴ്സ് ഐറ്റംസ് ആൻസർ ചെയ്യുന്നത്. ആൾസോ കാൾഡ് പേപ്പർ പെൻസിൽ ടെസ്റ്റ്. ഈ ടെസ്റ്റിനെ പേപ്പർ പെൻസിൽ ടെസ്റ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. കാരണം ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് പീസ് ഓഫ് പേപ്പർ എക്സാമിന് ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് പേപ്പർ പെൻസിൽ ടെസ്റ്റ് എന്ന് പറയുന്ന. എക്സാമ്പിൾ ജലോട്ട ഗ്രൂപ്പ് ജനറൽ ഇൻ്റലിജൻസ് ടെസ്റ്റ്. നോൺ വെർബൽ ടെസ്റ്റ്. Non-verbal tests are those that emphasize but don't altogether eliminate the role of language by using symbolic materials like pictures, figures, etc. Such tests use the language in instruction, but in items they don't use language. നോൺ-വെർബൽ ടെസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ സിംബോളിക് മെറ്റീരിയൽസ് ആയിട്ട് പിക്ചേഴ്സ്, ഫിഗേഴ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഇൻസ്ട്രക്ഷനിൽ ലാംഗ്വേജ് യൂസ് ചെയ്യും, ബട്ട് ഐറ്റംസിലൊന്നും ലാംഗ്വേജ് യൂസ് ചെയ്യുന്നില്ല. പകരം അവിടെ ഫിഗേഴ്സും സിമ്പിൾസും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. Commonly used with young children as an attempt to assess the non-verbal aspect of intelligence, such as spatial perception. Performance test. Performance tests are those that require the examiners to perform a task rather than answer some questions. പെർഫോമൻസ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അതിൽ എക്സാമിന് ഒരു ടാസ്ക് പെർഫോം ചെയ്യാണ് വേണ്ടത്. ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുക എന്നുള്ളതിലുപരി ടാസ്ക് പെർഫോം ചെയ്യാണ് പെർഫോമൻസ് ടെസ്റ്റുകൾ ചെയ്യുന്നത്. അതിൽ സച്ച് ടെസ്റ്റ് പ്രൊഹിബിറ്റ് ദ യൂസ് ഓഫ് ലാംഗ്വേജ് ഇൻ ഐറ്റംസിൽ ലാംഗ്വേജ് യൂസ് ഒന്നും ഉണ്ടായിരിക്കില്ല. അതൊരു ടാസ്ക് പെർഫോം ചെയ്യുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക. ടാസ്ക് പെർഫോം ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൽ വരുന്ന കാര്യങ്ങളാണ്: എക്സാമിനേഴ്സ് ടു അസംബിൾ എ പസിൽ, പ്ലേസ് പിക്ചേഴ്സ് ഇൻ എ കറക്റ്റ് സീക്വൻസ്, പ്ലേസ് പേജസ് ഇൻ ദ ബോർഡ്സ് ആസ് റാപ്പിഡ്ലി ആസ് പോസിബിൾ, പോയിൻറ്റ് ടു എ മിസ്സിംഗ് പാർട്ട് ഓഫ് ദ പിക്ചർ, എക്സെട്ര. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പെർഫോമൻസ് ടെസ്റ്റിൻ്റെ ഒരു ഫീച്ചറായിട്ട് പറയുന്ന കാര്യം എന്താ വെച്ചാൽ, ഈ ടെസ്റ്റ് യൂഷ്വലി അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഇൻഡിവിജ്വലി ആയിട്ടാണ്. സോ എക്സാമിന് എത്ര എറേഴ്സ് കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈസി ആയിട്ട് കൗണ്ട് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ എത്ര ടൈം എടുത്തു ആ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യാൻ എന്നുള്ളതും അസസ് ചെയ്യാൻ കഴിയും. പെർഫോമൻസ് ടെസ്റ്റ് എംഫസൈസ് ചെയ്യുന്നത് എക്സാമിനേൻ്റെ ഒരു ടാസ്ക് പെർഫോം ചെയ്യാനുള്ള എബിലിറ്റിനെയാണ്. കൾച്ചർ സ്പെസിഫിക് ആൻഡ് കൾച്ചർ ഫ്രീ ടെസ്റ്റ്. A culture free test is a test that is designed to be culture neutral. അതായത് കൾച്ചർ ഫ്രീ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കൾച്ചറിലുള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ടെസ്റ്റുകളാണ്. ഒരു സ്പെസിഫിക് കൾച്ചറിനെ മാത്രം ഫോക്കസ് ചെയ്തിട്ടുള്ളതല്ല. അത്തരം ടെസ്റ്റുകളെയാണ് കൾച്ചർ ഫ്രീ ടെസ്റ്റ് എന്ന് പറയുന്നത്. യൂസിങ് കൾച്ചർ ഫ്രീ ടെസ്റ്റ് ക്യാൻ ഹെൽപ്പ് eliminate bias in testing and result in more valid test results. The first culture free test is Army Examination Beta, developed by US military during World War II to screen soldiers of average intelligence. ഇനി കൾച്ചർ സ്പെസിഫിക് ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെസ്റ്റ് ഇൻ വിച്ച് പെർഫോമൻസ് ഈസ് ബേസ്ഡ് ഓൺ എക്സ്പീരിയൻസ് വിത്ത് ഓർ നോളജ് ഓഫ് എ സ്പെസിഫിക് കൾച്ചർ. കൾച്ചറിനെ കുറിച്ചിട്ടുള്ള സ്പെസിഫിക് നോളജ് ഉണ്ടായിക്കൊണ്ടുള്ള ഒരു ടെസ്റ്റാണ്. അതായത് ആ ഒരു ടെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ കൾച്ചറിനെ കുറിച്ചിട്ടുള്ള സ്പെസിഫിക് നോളജ് ആൾക്ക് ഉണ്ടായിരിക്കണം. അത്തരത്തിലുള്ള ടെസ്റ്റുകളാണ് കൾച്ചർ സ്പെസിഫിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ്. സ്കോറിംഗ് ക്രൈറ്റീരിയൻ്റെ ബേസിലുള്ള ടെസ്റ്റുകളെ ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, സബ്ജക്റ്റീവ് ടെസ്റ്റ് എന്നിങ്ങനെ രണ്ടാക്കിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റീവ് ടെസ്റ്റ് ആർ ദോസ് ഹൂസ് ഐറ്റംസ് ആർ സ്കോർഡ് ബൈ കോമ്പറ്റൻറ്റ് എക്സാമിനേഴ്സ് ഓർ ഒബ്സർവേഴ്സ് in such a way that no scope for objective judgment or opinion exists, and thus the scoring remains unambiguous. അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ സബ്ജക്റ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ് നടത്താൻ സാധിക്കില്ല. സബ്ജക്റ്റീവായിട്ടുള്ള ജഡ്ജ്മെൻറ്റ്സ്, ഒപ്പീനിയൻസ് ഒന്നും നടത്താൻ സാധിക്കില്ല. ഓരോന്നിനും കറക്റ്റായിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള സ്കോർ ഉണ്ടായിരിക്കും. മൾട്ടിപ്പിൾ ചോയ്സ്
അതുപോലെ ട്രൂ ഫാൾസ് മാച്ച് ദ ഫോളോയിങ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെയാണ് ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ അധികം വരുന്നത്. In such items, the problem as well as its answer is given along with the ഡിസ്ട്രാക്ടർ. ഒരു പ്രോബ്ലം ഉണ്ടായിരിക്കും, ആ പ്രോബ്ലത്തിന് ഒരു ആൻസർ ഉണ്ടായിരിക്കും, ആൻസർ കൊടുത്തിട്ടുള്ളത് ഡിസ്ട്രാക്ടേഴ്സിൻ്റെ കൂടെ ആയിരിക്കും. ഈ പ്രോബ്ലത്തിന് നമ്മൾ സ്റ്റെം എന്നാണ് പറയുന്നത്. ഒരു ഡിസ്ട്രാക്ടറും ഒരു ആൻസറും ബാക്കി മൊത്തം അതിൽ ഡിസ്ട്രാക്ടർ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റുകൾ ഉണ്ടാകുന്നത്. ഡിസ്ട്രാക്ടേഴ്സ് കറക്റ്റ് ആൻസറുമായിട്ട് സിമിലർ ആയിട്ടുള്ളതായിരിക്കും കൊടുത്തിട്ടുണ്ടാകും. സച്ച് ടെസ്റ്റ് ആൾസോ നോൺ ആസ് ന്യൂ ടൈപ്പ് ടെസ്റ്റ് ഓർ ലിമിറ്റഡ് ആൻസർ ടെസ്റ്റ്. Subjective test. Objective tests are tests whose items are scored by the competent examiners or observers in a way in which there exists some scope for subjective judgment and opinion. അതായത് സബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് വെച്ചാൽ അവിടെ കോമ്പറ്റൻ്റ് എക്സാമിനേഴ്സ് അല്ലെങ്കിൽ ഒബ്സർവേഴ്സാണ് അത് സ്കോർ ചെയ്യുന്നത്. അവിടെ സബ്ജക്റ്റീവ് ജഡ്ജ്മെൻറ്റിനും ഒപ്പീനിയൻസിനൊക്കെ സ്കോപ്പ് ഉണ്ടായിരിക്കും. എസ് ടൈപ്പ് ക്വസ്റ്റ്യൻസൊക്കെയാണ് സബ്ജക്റ്റീവ് ടെസ്റ്റുകളിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് എസ് ടെസ്റ്റുകൾ എന്നും അറിയപ്പെടുന്നുണ്ട്. സച്ച് ടെസ്റ്റ് ആർ ഇൻറ്റൻഡഡ് ടു അസസ് ആൻഡ് എക്സാമിനേഴ്സ് എബിലിറ്റി ടു ഓർഗനൈസ് എ കോംപ്രഹെൻസീവ് ആൻസർ, റീകോൾ ആൻഡ് സെലക്ട് ഇമ്പോർട്ടൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് പ്രസൻറ്റ് ദ സെയിം ലോജിക്കലി ആൻഡ് എഫക്റ്റീവ്ലി. Since in this test the examiner is free to write and organize the answer, they are also known as free answer test. ഇത്തരം ടെസ്റ്റുകളിൽ ആൻസർ സബ്ജക്റ്റിന് ഫ്രീ ആയിട്ട് എഴുതാൻ കഴിയും. എത്ര വരെ വേണമെങ്കിലും ലിമിറ്റ് ഇല്ലാതെ ഓർഗനൈസ് ആയിട്ട് എഴുതാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇതിനെ ഫ്രീ ആൻസർ ടെസ്റ്റ് എന്ന് വിളിക്കുന്നുണ്ട്.